ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉച്ചക്കലത്തേക്കുള്ള ഊണ് തയ്യാറാക്കുന്നതാണ്. വലുതായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിലൊരു ഊണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ്. അന്നേരം നമുക്കിനി അതിലേക്ക് കിടക്കാം. ഇന്നത്തെ ഊണിന് സ്പെഷ്യൽ മത്തിക്കറി ആയിരുന്നേ. അതിൽ കുറച്ച് വറക്കാനും എടുത്ത് കുറച്ച് കറി വെക്കാനും എടുത്ത്. ഈ കറി വെക്കുന്നതിനേക്കാട്ടിൽ എല്ലാവർക്കും ഇഷ്ടം വറക്കുന്നതാണല്ലോ. ആ വറക്കാനായിട്ട് വെച്ചത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്ത് ഞാൻ മാറ്റി വെച്ച്. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ച്, കാരണം നമ്മൾ ഈ മീൻകറിയൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ചോളുമല്ലോ. അതിനുശേഷം മീൻകറി വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, ഈ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഈ ചട്ടി നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച്, ഈ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തുനിന്ന് എത്താൻ വേണ്ടി. പിന്നീട് അതിലേക്ക് ഉലുവ ഇട്ട് കടുക് ഇട്ട്, ഈ ഉലുവയും കടുകും പൊട്ടി വന്നപ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇട്ട്, ആ വെളുത്തുള്ളി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി ചേർത്ത്, ഇഞ്ചി കുറച്ചൊന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത്. കാരണം ഇത് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചേർത്താണ് വന്നത്. ചിലപ്പോൾ ഞാൻ ഒരുമിച്ചിടും, ഇന്ന് പക്ഷേ ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് ചേർത്ത് വന്നത്. ഇത് മൂന്നും വഴണ്ടി വന്നതിന് ശേഷം ലാസ്റ്റാണ് ഞാൻ സവാള ഇട്ടത്. ആ സവാളയൊക്കെ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത്. കാരണം ഇതൊന്ന് നല്ലതുപോലെ വഴണ്ടി വരുമല്ലോ. കുറച്ചേ ചേർത്തുള്ളൂ, കാരണം നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാമല്ലോ. അങ്ങനെ ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്കൊരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത്, ആ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് വഴറ്റി, ആ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് വഴറ്റി. അതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ചേർത്ത്, ഞാൻ ആദ്യം 2 സ്പൂണ് കാശ്മീരി ചില്ലി ചേർത്ത്, പിന്നീട് ഇവിടുത്തെ സാധാ മുളക് പൊടി ഒരു അര സ്പൂണ്, കാരണം ഇവിടുത്തെ മുളക് പൊടിക്ക് നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ അര സ്പൂണേ അത് ചേർത്തുള്ളൂ. അതിന് ശേഷം അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി അതും ഒരു അര സ്പൂണേ ചേർത്തുള്ളൂ. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് വഴറ്റി. അതിന് ശേഷം ഞാൻ തക്കാളി ചേർത്ത്. തക്കാളി എന്ന് പറയുന്നൊരു കുഞ്ഞ് തക്കാളി നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്താണ് ഇതിനകത്ത് ചേർത്തത്. മാത്രമല്ല, ഇന്ന് ഞാൻ കുടംപുളിക്ക് പകരം ഉപയോഗിച്ചത് പിഴുപുളി വെള്ളമാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലൊരു പിഴുപുളി വെള്ളത്തിലിട്ട് അത് എടുത്താണ്. അങ്ങനെ ഞാൻ ഈ തക്കാളി, ഈ പിഴുപുളി വെള്ളവും ഈ അരപ്പും ഒക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച്, അതും ഈ അരപ്പ് അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിളയ്ക്കാനായിട്ട് വെച്ച്, അതിന് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ മീൻ കഷ്ണങ്ങൾ ചേർത്തത്. മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് നോക്കി, കാരണം നമ്മൾ സവാള വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പല്ലേ ചേർത്തുള്ളൂ. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർത്ത് ഞാൻ ഇത് വേവാനായിട്ട് അടച്ച് വെച്ച്. ഞാനിത് ചെറു തീയിലാണ് വേവിച്ചെടുത്തത്, കാരണം നമ്മളിത് പെട്ടെന്ന് കരിഞ്ഞു പോയാലോ എന്ന് കരുതി ഞാനത് ചെറു തീയിലാണ് ഈ മീൻ വേവിക്കാനായിട്ട് വെച്ചത്. അതിനുശേഷം അടുത്തത് മീൻ വറക്കാനായിട്ടെടുത്ത് അതിലേക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പിന്നെ ഓരോ മീനായിട്ടെടുത്ത് അങ്ങനെ വറുത്തെടുത്ത്. അങ്ങനെ കാരണം ഇത് ഞാൻ ചെറു തീയിലായിട്ടാണ് വറുത്തത്, കാരണം ഇതും കരിഞ്ഞു പോയാലോ എന്നൊരു പേടി. അങ്ങനെ ഒരു സൈഡിൽ മീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ മീൻ വറുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് ഞങ്ങൾ ഒരു സൈഡൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് തിരിച്ചിട്ട് അടുത്ത സൈഡ് തിരിച്ചിട്ട്, അങ്ങനെ മീൻ വറുത്തതും റെഡിയായി, മീൻ കറിയും റെഡിയായി. അങ്ങനെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മീൻ കറി ഇതാ ഇവിടെ അതിൻ്റെ ഫൈനൽ ടച്ചിങ്സൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് സ്റ്റൗ ഓഫാക്കി അടച്ച് വെച്ച്. നമ്മളത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വരുമല്ലോ. അങ്ങനെ ഉച്ചക്കത്തേക്കെല്ലാം റെഡിയായി, ചോറ് റെഡിയായി ഇരിക്കുന്ന നമ്മുടെ മീൻകറിയും സെറ്റായി ഇരിപ്പുണ്ട്. പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു, ഇത് ഇന്നലത്തെ പുളിശ്ശേരി ആയിരുന്നു. അന്നേരം അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അന്നേരം ഇന്നത്തെ ഊണിനോട് അത് ഞാൻ എടുത്ത്. അതിനുശേഷം നമ്മുടെ മീൻ വറുത്തതും പിന്നെ ക്യാരറ്റ് തോരനും. അങ്ങനെ നമ്മുടെ ഉച്ചയൂണിലേക്കുള്ളതെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അന്നേരം നമുക്കിനി ഊണ് കഴിച്ചാൽ. ഈ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണം.